ഇന്ന് നമുക്കൊരു മാങ്ങാ ഇഞ്ചി കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങാ ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അതിന് ശേഷം നമുക്ക് കഴുകി ഇതൊന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കണേ. ഈ മാങ്ങാ ഇഞ്ചി വെച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തി അരച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചി വെച്ച് അരയ്ക്കും പോലെ തന്നെയാണ്, എന്നാലും ഇത്രയും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ മാങ്ങാ ഇഞ്ചി വെച്ച് ചമ്മന്തി അരച്ചാൽ. ഞാനിവിടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചുരണ്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളി ഒക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാന്താരി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് ഇഞ്ചി അരിഞ്ഞെടുക്കുന്നത്. ഇത് കടുമാങ്ങയ്ക്കൊക്കെ അരിയും പോലെ ചെറുതായിട്ട് അരിഞ്ഞാലും മതി, ഇല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി നീളത്തിൽ ഇത്തിരി വലുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ പരുവത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടോ, ഞാനിവിടെ ഇഞ്ചി എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കാന്താരി മുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ വെളുത്തുള്ളി ഇല്ലേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിട്ട് കൊടുക്കാം. അതിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആ കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ കാന്താരി മുളകുണ്ടല്ലോ പൊട്ടിത്തെറിക്കും. പൊട്ടി കണ്ണിലൊക്കെ വീണാൽ പിന്നെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് അത് ഒന്ന് പൊട്ടി തീർന്നു കഴിയുമ്പോൾ ആ മൂടിയൊക്കെ എടുത്തങ്ങ് മാറ്റിയാൽ മതി. മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇല്ലേ, മാങ്ങാ ഇഞ്ചി, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴന്ന് വരണം. ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒരുപാടങ്ങ് വഴന്ന് പോകണ്ട കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ആ മുളക് പൊടിയും കായവും ഒക്കെ ഒന്ന് നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി ചാറ് ഒരുപാട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഇനി ഈ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി അതിന് ശേഷം ഞാൻ ഒരു 3 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പുളിക്ക് വേണ്ടിയിട്ടൊന്ന് വിനാഗിരിയും കൂടെ ചേർക്കണമല്ലോ. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഞാൻ വേറൊരു ബൗളിനകത്തേക്ക് അച്ചാറൊക്കെ കോരി വെച്ച് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ മാങ്ങാ ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റും ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.